ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അൽഫാം റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഗ്രില്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓവനോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഞാനും ഇന്നങ്ങനെ ഗ്രില്ലിലോ ഓവനിലോ അല്ല ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം വിറകടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അൽഫാം ചിക്കൻ അറിയാലോ, എന്തായാലും വലിയ സൈസിലുള്ള ചിക്കൻ പീസ് തന്നെയായിരിക്കും ഉണ്ടാവാൻ. അപ്പം അത് ഒരു ഫുൾ കോഴി വാങ്ങിയിട്ട് ഒരു 5-6 പീസൊക്കെ മാക്സിമം ആക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരു 6 പീസാണ് ആക്കിയിട്ടുള്ളത്. പറഞ്ഞിട്ട് തന്നെ വാങ്ങിയത് 6 പീസായിട്ടുള്ള അൽഫാമിന് പറ്റിയ ഒരു കോഴി എന്ന് പറഞ്ഞിട്ട് വലിയ സൈസിലുള്ള കോഴി തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഞാനിപ്പം ഉപ്പും വിനീഗറും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഇങ്ങനെ വെക്കുകയാണ്. ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് അൽഫാമിന് വേണ്ടിയിട്ട് കുറച്ച് മസാല കൂട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സ്പൈസ് മിക്സ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൗഡറാക്കി എടുക്കണം. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം വലിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 10 മുതൽ 12, 15 വരെയും ഗ്രാമ്പുവും ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 15ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ വരെ കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ വറ്റൽമുളക് ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തത്. സാധായും എടുക്കാം. എരിവിന് വേണ്ടുന്നതാണെങ്കിൽ കുറച്ച് സ്പൈസിയൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതാകുമ്പം കുറച്ച് കളറും ഉണ്ടാവും. അപ്പം ഞാനിപ്പം ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത്യാവശ്യം നല്ല മൂത്ത് വന്നിട്ടുള്ളൊരു മണമൊക്കെ വരും. പ്രത്യേകിച്ച് ഈ മല്ലിയും ചെറിയ ജീരകമൊക്കെ വറുത്തെടുക്കുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അതൊരു അപാര മണം തന്നെയാണ്. അപ്പം നന്നായിട്ട് ഇതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് പൗഡർ ചെയ്തെടുക്കണം. നന്നായി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പം മാക്സിമം ഒരു 5-8 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിയാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇതാ നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നമ്മളിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഈ പൊടി ഞാനിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ക്രഷ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതന്നെയാണ് എടുക്കുന്നത്. അതായത് കുറഞ്ഞത് ഒരു 5-8 പച്ചമുളകും ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പം പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. തക്കാളിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നോളും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതാണ് മഞ്ഞൾപ്പൊടി, ഈ വിഷാംശമൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തക്കാളി ഉള്ളീൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നാരങ്ങൻ്റെ നീരാണ്. നല്ല നീരുള്ള നാരങ്ങ എടുക്കുക. അതായത് നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ, നല്ല മഞ്ഞ കളറായിട്ടുള്ള നാരങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് പിഴിഞ്ഞു കൊടുക്കാം. കുരുവൊക്കെ വന്നു പോയി, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം വലിയ സൈസിലുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണം. ആ ഫ്ലഷുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാലേ ആ മസാലയൊക്കെ ഉപ്പൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം ഇതിപ്പം ഞാനിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രോസ് ആയിട്ടൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. അങ്ങനെ എല്ലാം ഞാനിപ്പം നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്നങ്ങ് പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആ കീറുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഒന്നങ്ങ് പുരട്ടി വെച്ച് കൊടുക്കാം.
അപ്പോൾ എല്ലാ ചിക്കനും ഇതേപോലെ തന്നെ മസാല പുരട്ടിയിട്ട് വെക്കാം. പിന്നെ ഈ ഒരു മസാല പുരട്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും. കാരണം എല്ലാ മസാലയും ആ ചിക്കനിൽ പിടിച്ചിട്ട് നല്ലൊരു മണവും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം ഞാനിതിപ്പം രാത്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. ഈ ഒരു മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാനായിട്ട് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ അങ്ങനെ വെക്കണം. എന്നാലേ മസാലയൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം ഗ്രില്ല് ചെയ്തു. ഇത് ഞാനിതിന് മുമ്പ് തന്തൂർ ചെയ്യുമ്പം കാണിച്ചിട്ടുണ്ട് ഈ ഒരു മെത്തേഡ്. ഓവണോ ഗ്രില്ലോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിറകടുപ്പിൽ തന്നെ ചിരട്ട നന്നായി കനലാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് ഓവൻ്റെ അയൺ റാക്കാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ചിക്കൻ അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിന് കനലാണ് വേണ്ടത്, തീയായിട്ട് കത്തണം എന്നില്ല. തീയായിട്ട് കത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ പുറം ഭാഗമൊക്കെ കരിഞ്ഞ പോലെയാവും, ഉള്ളു വെന്ത് വരെയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കനലായതിന് ശേഷം ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ പുറത്തൊക്കെ ഗ്രില്ലിടുക എന്ന് പറഞ്ഞാൽ മഴക്കാറും മഴയും ഒക്കെ ആയിട്ട് അതിൻ്റെ മുറ്റമൊന്നും ഭയങ്കര എന്താ പറയുക നനവൊക്കെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കുകയൊന്നുമില്ല, കനലായി കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒരു സൈഡ് നന്നായിട്ട് അങ്ങനെ ആക്കിയതിന് ശേഷം അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാല കുറച്ച് എന്തായാലും ഉണ്ടാവും. ആ ഒരു മസാല ഈ സൈഡിലൊന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഒരു തവണ കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും അതേപോലെ തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതേപോലെ ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മസാല അതിൽ ചിക്കനിൽ തന്നെ നന്നായിട്ട് പിടിച്ച് നിന്നോളും. അങ്ങനെ ഇപ്പം നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. കുബൂസിൻ്റെ കൂടെയോ മന്തീൻ്റെ കൂടെയോ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.